എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. CC ബാങ്ക് എക്സാം ചാനലിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സബ്ജക്റ്റുകളിലെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതിനൊരു വ്യക്തത വന്നിരിക്കുവാണ്. കാരണം കഴിഞ്ഞ ദിവസം CSEBയുടെ സെക്രട്ടറി പരീക്ഷയുടെ സിലബസ് ഒഫീഷ്യലായിട്ട് പുറത്തുവിടുകയും നമുക്ക് വേണ്ടതെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ആശയക്കുഴപ്പം വരാത്ത രീതിയിൽ ഓരോ ദിവസങ്ങളും ഓരോ സമയങ്ങളും കൃത്യമായിട്ട് പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. കാരണം നമ്മൾ ഇത്ര നാളും ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ടോപ്പിക്കുകളാണ് വൃത്തിയായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളതിലെ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അത് തീർത്തും ഇനി ഒരു ആശയക്കുഴപ്പം വരേണ്ട ആവശ്യമില്ല. നമ്മുടെ മുമ്പിലേക്ക് വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് വന്നിരിക്കുവാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലെ മാത്സിനകത്തെ 10 ചോദ്യങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത്, അപ്പൊ നിങ്ങൾ ഏതൊക്കെ മേഖലകളാണ് കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ടൊരു ഡാറ്റ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചതുപോലുള്ള സിലബസ് അല്ല വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ആധികാരികമായ സിലബസും കുറച്ചുകൂടി നിങ്ങൾ പഠിക്കേണ്ട പോർഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് നമുക്ക് 4 ഭാഗങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ടും. അതില് മാത്സിന് 10 മാർക്ക്, അതേപോലെ ഇംഗ്ലീഷിന് 10 മാർക്ക്, അതേപോലെ GK വിഷയങ്ങൾക്ക് 10 മാർക്ക്. അങ്ങനെ ആ പ്രധാനപ്പെട്ട ഭാഗത്ത് നിന്നും 10, 10, 10 ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വെച്ച് 30 ചോദ്യങ്ങൾ അവിടെ സെറ്റായി. ബാക്കിയുള്ള 70 ചോദ്യങ്ങൾ നിങ്ങളുടെ കോർ സബ്ജക്റ്റ്, അതായത് കോഓപ്പറേറ്റീവ് ലോ ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, അതേപോലെ ബാങ്കിങ് കോഓപ്പറേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആ ഭാഗങ്ങളിൽ നിന്നുള്ള 70 ചോദ്യങ്ങളും ഓരോ ചോദ്യങ്ങൾക്ക് ഓരോ മാർക്ക് വെച്ച് 70 മാർക്ക്. അങ്ങനെ മൊത്തത്തില് 100 ചോദ്യം 100 മാർക്ക് വരുന്ന പുതിയ പാറ്റേണിലേക്ക് CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ വരുന്നു. അതായത് 2025 നമ്മൾ എഴുതാൻ പോകുന്ന ഈ ഓഗസ്റ്റ് മാസത്തിൽ എഴുതാൻ പോകുന്ന പുതിയ പരീക്ഷാ രീതിയാണ് ഈ കാണുന്നത്. ഡിസംബറിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ പേരുകൾ ആദ്യത്തെ ഭാഗത്തുണ്ടാകണം. അതിനുവേണ്ടി വളരെ പ്രത്യാശയോടുകൂടി വേണം ഓരോ ദിവസങ്ങളും പഠിച്ചു നീക്കുവാൻ. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കുവാൻ CC ഒപ്പം ഉണ്ടാകും. നിങ്ങളുടെ റിസൾട്ട് ആണ് നമുക്ക് സ്ഥാപനത്തിന് ആവശ്യം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സജഷൻസും പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പരമാവധി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ മിഷനാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കുവാൻ തീർച്ചയായിട്ടും CC എപ്പോഴും ഉണ്ടാവും കൂടെ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 4 ഭാഗങ്ങളിൽ നിന്നുള്ള 100 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോപ്പിക്കാണ്. അതായത് കോഓപ്പറേറ്റീവ് ലോയും അക്കൗണ്ടിങ്ങും ബാങ്കിങ് കോഓപ്പറേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആ ഭാഗങ്ങളിൽ നിന്നുള്ള 70 മാർക്കാണ്. ബാക്കി മാത്സ്, ഇംഗ്ലീഷ്, അതേപോലെ GK വിഷയങ്ങൾ 30 മാർക്കാണ് വരുന്നതെന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി കഴിഞ്ഞ ദിവസം നമുക്ക് GK വിഷയങ്ങളും അതേപോലെ ഇംഗ്ലീഷ് വിഷയങ്ങളും എന്താണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണെന്നും അതേപോലെ നിങ്ങളുടെ സബ്ജക്റ്റിന്റെയും വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താണ്? മാത്സിന്റെ വിഷയങ്ങളാണ്. മാത്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല. മാത്സിനകത്ത് ഇവര് തന്നിരിക്കുന്ന സിലബസിനകത്ത് 12 ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ സാധാരണ PSC പരീക്ഷ ഉണ്ടല്ലോ, ആ PSC പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ എന്ത് സിലബസ് ആണോ തരുന്നത് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചോണം, വാസ്റ്റായിട്ടുള്ള വലിയൊരു ഭാഗമാണ് മാത്സിനകത്ത് പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗങ്ങൾ പഠിക്കണം. ഇത്രയും ഭാഗങ്ങൾ പഠിക്കുവാൻ ഈ 60 ദിവസം കൊണ്ട് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇത്രയും ഭാഗങ്ങൾ മാത്രമല്ല. മാത്സിനകത്ത് 12 ടോപ്പിക്കും അതേപോലെ റീസണിങ്ങിനകത്ത് 13 ടോപ്പിക്കും ഉൾപ്പെടെ
ആ ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും 25 സബ് ടോപ്പിക്കുകളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. ഇതാണ് സെക്രട്ടറി പരീക്ഷയുടെ സിലബസ് വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക്. അപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. എങ്ങനെ? അതായത് ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന ഭാഗം, അതായത് മാത്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 25 സബ് ടോപ്പിക്കുകൾ നോക്കിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. 25 സബ് ടോപ്പിക്കുകൾ പഠിക്കണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ 25 സബ് ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ 25 മാർക്ക് ഇല്ലല്ലോ? ഇല്ല, ആകെ 10 മാർക്കേ ഉള്ളൂ. ആ 10 ചോദ്യങ്ങൾ വരുന്നത് ഏത് ഭാഗത്തു നിന്നാണെന്ന് ചോദിച്ചാൽ 25 സബ് ടോപ്പിക്കുകൾ നോക്കേണ്ടി വരും. 10 ടോപ്പിക്കേ ഉള്ളായിരുന്നെങ്കിൽ ഓരോ ടോപ്പിക്കിന് ഓരോ മാർക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനല്ല. ചിലപ്പോൾ നിങ്ങൾ ടൈം ആൻഡ് വർക്ക് പഠിക്കുന്നു, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒഴിവാക്കി വിടുന്നു. പക്ഷെ ചോദ്യം വരുന്നത് ചിലപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നായിരിക്കും. നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. ആകെ 10 ചോദ്യങ്ങളെ കാണത്തുള്ളൂ. പക്ഷെ ചോദ്യങ്ങൾ ഏത് ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യത്തില് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് 25 സബ് ടോപ്പിക്കുകളും ഏറ്റവും ഭംഗിയായിട്ട് ഓരോ ചാപ്റ്ററിന്റെയും ആദ്യത്തെ 4 ടൈപ്പ് അല്ലെങ്കിൽ 5 ടൈപ്പ് വരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ പഴയ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. അവിടെ കഴിഞ്ഞ് നമ്മുടെ 2025 ആദ്യമായിട്ട് എഴുതി മാറിയ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് 3 ചോദ്യങ്ങളാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിച്ചത്. ആ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ഇൻഹൗസിലെ CC സ്റ്റുഡൻസ് ഇൻഹൗസിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 4 മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്റർ അവിടെ തീർത്തിരിക്കുക. ഇനി നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കുക വേണ്ട നമ്മുടെ സ്റ്റുഡൻസ്. അത്രേ ഉള്ളൂ പഠിക്കാൻ. അങ്ങനെ ഈ 12ഉം ഈ 13ഉം ഉൾപ്പെടെ 25 ചാപ്റ്റർ ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കണം. ഒരു ചാപ്റ്റർ പോലും ഒഴിവാക്കരുത്. നിങ്ങൾ ക്ലോക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒഴിവാക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കലണ്ടർ ഭംഗിയായിട്ട് പഠിച്ചു ക്ലോക്കിനെ അങ്ങ് ഒഴിവാക്കിയെന്ന് കരുതുക. ചിലപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് കലണ്ടർ ചോദിക്കാതെ ക്ലോക്ക് ആയിരിക്കും ചോദിക്കുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ചാപ്റ്ററുകളും ഒരു പകുതി ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും ഓരോ ചാപ്റ്ററിന്റെയും ആദ്യത്തെ 4 ടൈപ്പ് അല്ലെങ്കിൽ 5 ടൈപ്പ് ചോദ്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വേണം എക്സാം ഹാളിലേക്ക് പോകുവാൻ. സാധാരണ നമ്മുടെ PSC എന്താണോ തരുന്നത് അതേ സിലബസ് ആണ് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്പേഴ്സിൽ തുടങ്ങി ഫ്രാക്ഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, എക്സ്പോണൻസ്, ജോമെട്രി കംപ്ലീറ്റ് ഉണ്ട്, മെൻസുറേഷൻ, ജോമെട്രി, അതേപോലെ പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം പോകുവാൻ. ഇനി റീസണിങ്ങിനകത്തേക്ക് വരുമ്പോൾ കണ്ടോ, ഇതിലെ പല ഭാഗങ്ങളും നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ്ടേ, ഇപ്പോൾ ഫാമിലി റിലേഷൻ, അതായത് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്ലോക്ക് ചെയ്തതാണ്, കലണ്ടർ ചെയ്തതാണ്, പല ഭാഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ആധികാരികതയോടുകൂടി നമ്മുടെ ആപ്പിനകത്ത് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് ഭംഗിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓരോ ചോദ്യങ്ങളും നിർണായകമാണ്. ഇപ്പൊ നിങ്ങൾ മാത്സ് കണ്ടപ്പോൾ നിങ്ങൾ പേടിച്ചു പോകുമൊന്നും വേണ്ട. നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഓരോ ടോപ്പിക്കിന്റെയും 4 അല്ലെങ്കിൽ 5 ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. അതിനു വേണ്ടിയിട്ടാണ്. അതായത് മാത്സിനെ നമ്മൾ നേരത്തെ വിചാരിച്ചത് സാധാരണ ഒരു സിലബസ് ആയിരിക്കും വരുന്നത്. സാധാരണ നമ്മൾ PSCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ടോപ്പിക്കും പഠിക്കണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനല്ല. കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് സിലബസ് മുമ്പിൽ വരുമ്പോൾ ആ സിലബസിനെ ഫോക്കസ് ചെയ്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം ഇനി പഠിക്കുവാൻ. അതുകൊണ്ട് മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും വരുത്തണം. നിങ്ങളോട് ഞാൻ ഇത്ര നാളും പറഞ്ഞത് മാത്സിനകത്ത് ഇന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞത് ആ വാക്ക് പിൻവലിച്ചുകൊണ്ട് അവർ സിലബസ് വിട്ടപ്പോൾ എല്ലാം പഠിക്കണം. ഇത്രയും ടോപ്പിക്കുകളും ഭംഗിയായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒന്നും ഒഴിവാക്കാതെ ഏറ്റവും ഭംഗിയായിട്ട് 4 അല്ലെങ്കിൽ 5 ടൈപ്പ് ചോദ്യങ്ങൾ വെച്ച് മിനിമം പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അതേപോലെ തന്നെ
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി നിങ്ങളുടെ മുമ്പിൽ 60 ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ജൂൺ മാസം അതേപോലെ ജൂലൈ മാസം എടുക്കുന്ന എഫോർട്ടിന്റെ റിസൾട്ട് ആണ് നിങ്ങൾ ഓഗസ്റ്റ് 2-ാം തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് 3-ാം തീയതി എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ആ ഒരു വലിയൊരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓഗസ്റ്റ് 3-ാം തീയതി എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങി വരണ്ടേ? അതല്ലേ നമ്മുടെ ലക്ഷ്യം. കാരണം പരീക്ഷാ ഹാളില് എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു 60 ദിവസത്തിനകത്ത് വരുന്ന ദിവസങ്ങൾ, ഏകദേശം ഒരു 50-55 ദിവസം കിട്ടും. ഈ ഒരു സമയം നിങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രയോഗിക്കുന്നുണ്ടോ, അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ, അതിന്റെ റിസൾട്ടാണ് ഈ പറഞ്ഞ ദിവസത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട്, കൃത്യമായ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ പരീക്ഷ നേടിയെടുക്കുവാൻ സാധിക്കും. കാരണം നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും 4 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ PSC പഠിക്കുന്ന പോലെ അല്ല. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കുറച്ച് പേര് പഠിത്തം തുടങ്ങും. എക്സാമിനേഷൻ ഡേറ്റ് വരുമ്പോഴാണ് പലരും പഠിത്തം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ആ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും നമ്മുടെ നിലവാരത്തിൽ തന്നെയാണ്. അതായത് ഒന്നുകിൽ അവര് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങുന്നവരോ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഡേറ്റ് വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങുന്നവരോ ആയിരിക്കും. നമ്മളും അതുപോലൊക്കെ തന്നെ അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാനുള്ള സജഷനാണ്. അതിന് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഓരോ ദിവസങ്ങൾ ആ മെന്ററിന്റെ സഹായത്തോടു കൂടി, നിങ്ങളെ ഒരു മെന്റർ ഓരോ ദിവസങ്ങളും എന്താണ് പഠിക്കേണ്ടത്, ഇന്ന് പഠിക്കേണ്ട ടോപ്പിക് ഇന്നതാണ് എന്നുള്ള ആ 60 ദിവസം കൊണ്ട് ഈ പറയുന്ന എൻറ്റയർ സിലബസ്, നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയുള്ള എൻറ്റയർ സിലബസിനെ കൃത്യമായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഇന്ന ദിവസം എന്താണ് പഠിക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ആ ടോപ്പിക്കിന്റെ എക്സാമുകൾ, ടോപ്പിക് എക്സാമുകൾ, അതേപോലെ ഓരോ ആഴ്ചകളിലും നിങ്ങൾക്ക് അവിടെ മോഡൽ എക്സാമുകൾ, അതേപോലെ ഇത്ര ദിവസം കൂടുമ്പോൾ റിവിഷൻ എക്സാമുകളും കംപ്ലീറ്റ് PDF നോട്ടുകളും ഉൾപ്പെടെയുള്ള ഒരു പുതിയ സെഷനാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സാധ്യത കൂടി നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. സിലബസ് അറിയാം, എന്താണ് പഠിക്കേണ്ടത്, സ്വന്തമായിട്ട് വേണമെങ്കിൽ പഠിക്കാം. പക്ഷേ ഒരു മെന്ററിന്റെ സഹായം ഉണ്ടെങ്കിൽ അതിനകത്തൊരു കൃത്യത ഉണ്ടാകും, നിങ്ങൾക്ക് പരമാവധി ഔട്ട്പുട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം സാധ്യതകളെല്ലാം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ പറയുന്ന പരീക്ഷ വിജയത്തിൽ തന്നെ ചെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. അത്തരത്തിലെ പുതിയ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. ഓരോ ദിവസങ്ങളും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെ മാത്സിന്റെ കാര്യത്തിലെ സിലബസിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുവാണ്. ഇനി നിങ്ങളാണ്, നിങ്ങളുടെ എഫോർട്ടിനനുസരിച്ച് വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുവാൻ. എല്ലാ സജഷൻസും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനലിലെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കുക. അടുത്ത ഒരു യൂസ്ഫുൾ സെഷനുമായിട്ട് വീണ്ടും കാണും. നിങ്ങളുടെ എല്ലാ സജഷൻസും ഈ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.